ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടിവരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണബലം കുറയുകയും ചെയ്യുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകളുടെ ഊർജം കൂടിവരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണബലം കുറഞ്ഞുവരികയുമാണ് ചെയ്യുന്നത്. സംക്രമണ മൂലകങ്ങളുടെ ഉൾപ്രേരക സ്വഭാവം. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാത്ത രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാത്ത രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് ഉൾപ്രേരകങ്ങൾ. സാധാരണമായി സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൾപ്രേരകങ്ങളായി ധാരാളം ഉപയോഗിക്കപ്പെടുന്നു. സാധാരണയായി ഉപയോഗിക്കപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയുമാണ്. സമ്പർക്ക പ്രക്രിയയിൽ വനേഡിയം പെന്റോക്സൈഡ്, ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയൺ, സസ്യ എണ്ണകളുടെ ഹൈഡ്രജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിൽ നിക്കൽ എന്നിവ ഇവയിൽ ചില ഉദാഹരണങ്ങളാണ്. ഉൾപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നതിന് ഉദാഹരണമാണ് സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന വനേഡിയം പെന്റോക്സൈഡും ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയൺ, സസ്യ എണ്ണകളുടെ ഹൈഡ്രജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിൽ നിക്കൽ എന്നിവ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സികാരിയായും നിരോക്സികാരിയായും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നതാണിതിന് ഒരു കാരണം. സംക്രമണ മൂലകങ്ങളുടെ ചില സംയുക്തങ്ങളാണ് കോപ്പർ സൾഫേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഫെറസ് സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഫെറസ് സൾഫേറ്റ് എന്നിവ സംക്രമണ മൂലകങ്ങളുടെ ചില സംയുക്തങ്ങളാണ്. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾക്ക് നിറമുള്ളവയാണ്.